ഹലോ. ആ എത്തിയാ എന്തുണ്ട്? പിന്നെ ഈ നിയമം ഈ ഡബിൾ പൂട്ട് ഇട്ട് പൂട്ടിയ അക്കൗണ്ടൊക്കെ തുറക്കാൻ വല്ല വഴിയുണ്ടോ? ശിവൻകുട്ടിയാണോ തകർക്കുകയാണല്ലോ അവിടെ. ശിവൻകുട്ടിയെണ്ണം തകർക്കുകയാണ്. അക്കൗണ്ട് പൂട്ടി എന്നുള്ളതും സത്യമാണ്. അതിന് പക്ഷേ കാര്യം എന്തായിരുന്നു എന്നുള്ള SDPI പറഞ്ഞിട്ടുണ്ട്. 10,000 വോട്ട് മറിച്ചാണ് അക്കൗണ്ട് പൂട്ടാനായിട്ട് കയ്യിലോട്ട് കൊടുത്തത്. അതിപ്പോൾ നിയമക്കാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡബിൾ പൂട്ടിട്ട് ശിവൻകുട്ടിയെണ്ണനെ നിയമക്കാർ പൂട്ടാതിരുന്ന ഭാഗ്യം. അത് ഈ SDPI ഈ വോട്ട് മറിക്കൽ മാത്രം ജനങ്ങളുടെ മുമ്പിൽ എത്തിയതല്ല ശിവൻകുട്ടിയണ്ണൻ്റെ പ്രശ്നം. ശിവൻകുട്ടിയണ്ണൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ. ശിവൻകുട്ടിയണ്ണനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു അഭിപ്രായം നിയമത്തിൽ ഇപ്പോൾ പടർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതിൽ 7 അക്ഷരത്തെറ്റ് വരുത്തുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. പിന്നെ ഈ നാക്കുപിഴ എല്ലാവർക്കും സംഭവിക്കും. പിന്നെ ഭാഷാശുദ്ധി എല്ലാവർക്കും ജോൺ ബോളിനെ പോലെ ആകണമെന്നൊന്നുമില്ല. അതിപ്പോൾ ശിവൻകുട്ടിയണ്ണൻ്റെ പ്രധാന എതിരാളി എന്ന് പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരനും മലയാളത്തിൽ അത്രയൊരു എഴുത്തച്ഛൻ നിലവാരത്തിലുള്ള ഒരു പരിജ്ഞാനമൊന്നുമില്ല. പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊന്ന് വിലയിരുത്തണമല്ലോ. അദ്ദേഹം പറഞ്ഞു നടക്കുന്നതും അവകാശപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിൽ നാട്ടിലുള്ള സ്കൂളുകളെല്ലാം 5 സ്റ്റാർ നിലവാരമായി എന്നുള്ളതാണ്. ഏത് 5 സ്റ്റാർ ഹോട്ടലിലാണ് അവിടെ വരുന്ന ആളുകൾ പാമ്പ് കൊത്തി മരണപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ എന്തായാലും അങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് കുട്ടികൾ മരിക്കുന്നത്, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ സ്കൂളുകൾ പൂട്ടിപ്പോകുന്നത്, ഇതൊക്കെയാണ് വിദ്യാഭ്യാസ നിലവാരം വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിൽ. പക്ഷേ അവകാശവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പിന്നെ BJPയുടെ ഒരു അക്കൗണ്ട് നിയമത്തെ അവർ പൂട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ സത്യമാണ്. പക്ഷേ അതിനുള്ള വോട്ട് മറിക്കലും അന്തർധാരകളും കോൺഗ്രസുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളും അതെല്ലാം ജനങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇനി എതിരാളികളെന്ന് പറയുന്ന അത്ര നിസ്സാരക്കാരല്ല, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ. അപ്പം നമുക്ക് കാണാം ജനം ശിവൻകുട്ടി അണ്ണനെ ഡബിൾ പൂട്ടിട്ട് പൂട്ടുവോ അതോ അണ്ണൻ ഡബിൾ പൂട്ടിൻ്റെ പുറത്ത് വേറൊരു പൂട്ട് SDPI കൊണ്ട് പണിയിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് മെയ് 4-ാം തീയതി അറിയാമല്ലോ. അതെ, ഈ ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇത് ആരെക്കുറിച്ച് എന്തിനാണ് പറയണത്? ടെക്നോക്രാറ്റ് എന്ന നിയമത്തിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ഈ ടെക്നോക്രാറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഔദ്യോഗിക വ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു മീനിങ്, അർത്ഥം എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റോ എഞ്ചിനീയറോ അല്ലെങ്കിൽ IT പ്രൊഫഷണലോ, വെറും സയൻറ്റിസ്റ്റോ എഞ്ചിനീയറോ IT പ്രൊഫഷണലോ അല്ല. അവരുടെ ഈ കഴിവുകളൊക്കെ ഇരിക്കെ തന്നെ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും അധികാരങ്ങളോ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഉണ്ടാവും. അതിനെയാണ് ഈ ടെക്നോക്രാറ്റ് എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയും രാഷ്ട്രീയ പ്രവർത്തന പരിചയവും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ ടെക്നോക്രാറ്റ് ഉണ്ടാകുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. കാരണം ഒരു നിരവധി സ്ഥാപനങ്ങളിൽ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് സാങ്കേതിക മികവ് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും തെളിയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. തന്നെയുമല്ല, രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. മോദി സർക്കാരിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു മന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം. സഹമന്ത്രി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിരുന്നു. അതിനുള്ളൊരു അംഗീകാരമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിനെ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി കേരളം പിടിക്കുവാനായി അയച്ചിരിക്കുന്നത്. ആ ഒരു ദൗത്യം തന്നെയാണ് നേരത്തെ അശരീരി പറഞ്ഞതുപോലെ ശിവൻകുട്ടി അണ്ണൻ ഡബിൾ പൂട്ടിട്ട് പൂട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ പൂട്ട് പൊളിച്ച് കൈ കൊടുക്കാനായിട്ട് നിയമം തന്നെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് ടെക്നോക്രാറ്റ്. ആ ടെക്നോക്രാറ്റാണ് ശിവൻകുട്ടി അണ്ണനോട് 5 സ്റ്റാർ സ്കൂളുകൾ സംസ്ഥാനം ഒട്ടാകെ സ്ഥാപിച്ചു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുന്നുവെന്ന് പൊള്ളയായി അവകാശപ്പെട്ട ശിവൻകുട്ടി അണ്ണനെതിരെ നിയമത്ത് കളത്തിലിറങ്ങുന്നത് ആ ടെക്നോക്രാറ്റാണ്. നിങ്ങൾ പറയണ വെച്ച് നോക്കുമ്പോൾ കാർത്തികൻ സാറിന്റെ മോനെ അവിടെ നിർത്തിയിരിക്കണത് ഭംഗിക്ക, ഏറെക്കുറെ ഭംഗിക്ക് തന്നെയാണ്. ശരീരം പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന കാർത്തികേയൻ്റെ മകൻ KS ശബരിനാഥ് രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അരുവിക്കരയിൽ MLA ആയി അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു കോർപ്പറേഷൻ കൗൺസിലറാണ്. അതൊരു മോശം സ്ഥാനമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൗൺസിലറായി മത്സരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് വരെ കോൺഗ്രസ്സുകാർ ഏറെക്കുറെ തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു. കവടിയാർ തന്നെ അദ്ദേഹത്തെ കൊണ്ട് സ്ഥാനാർത്ഥിയായി നിർത്തിയത് എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവിടെ ജയിക്കേണ്ടിയിരുന്ന BJPക്ക് ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഏതാണ്ട് ഉരുണ്ട് വീണ് ജയിച്ചു എന്നുള്ള മട്ടിലാണ് ശബരിനാഥൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയത് വാർഡ് കൗൺസിലറായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാലും രാഷ്ട്രീയ പ്രവർത്തനം പരിശോധിച്ചാലും അദ്ദേഹത്തിന് നിയമത്തെ മാത്രമല്ല തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ പരിശോധിച്ചാലും ഒരു കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി കോൺഗ്രസ് കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് KS ശബരിനാഥൻ എന്നുള്ളത് അശരീരി പറഞ്ഞത് സത്യം തന്നെയാണ്, തമാശയല്ല.
അങ്ങനെയാണെങ്കിൽ ഈ SDPI മൊത്തം അടങ്കൽ കൊണ്ട് ശിവൻകുട്ടിയാണെങ്കിൽ കൊടുത്തെന്ന് വെക്കുക. ഈ SDPIക്കെതിരെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം കൂടി അപ്പുറത്ത് കുത്തി അങ്ങനെ ഇരിക്കും. അതെന്തായാലും നല്ല ചോദ്യമായിപ്പോയി. കാരണം SDPI അടങ്കൽ കുത്തിയെന്ന് വെക്കാനൊന്നുമില്ല. SDPI അടങ്കൽ ശിവൻകുട്ടി അണ്ണനെ തന്നെയാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് ശിവൻകുട്ടി അണ്ണനെ അടങ്കലായിട്ട് കുത്തി എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് ശിവൻകുട്ടി അണ്ണൻ നിഷേധിച്ചിട്ടുമില്ല. മറ്റേ ശിവൻകുട്ടി അണ്ണൻ്റെ പരമോന്നത നേതാവ് പിണറായി വിജയൻ പറയുന്നുണ്ട് SDPIയോട് ഞങ്ങൾ അങ്ങോട്ട് പോയി സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. പക്ഷേ ശിവൻകുട്ടി അണ്ണൻ അങ്ങോട്ട് പോയി സഹായം മാത്രമല്ല അവരുടെ സ്നേഹവിരുന്ന് വരെ അഭ്യർത്ഥിച്ച് വാങ്ങി കഴിച്ച് സുഖിച്ചു പോകുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും SDPI അടങ്കലായിട്ട് ശിവൻകുട്ടി അണ്ണന് തന്നെ കുത്തും. അതിന് ഒരു സംശയം വേണ്ട. അങ്ങനെ വെക്കാനൊന്നുമില്ല. SDPIയുടെ വോട്ടുകൾ അടങ്കലായിട്ട് ശിവൻകുട്ടി അണ്ണന് തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ 10,000 ആണെങ്കിൽ ഇത്തവണ അവരതൊരു 15,000 20,000 ആക്കിയേക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനിയാണ് അശരീരി ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നത്. SDPIക്ക് എതിരെ നിൽക്കുന്നവർ രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ ശബരിനാഥിനോ കുത്തിയാൽ, ശബരിനാഥിന് എന്തായാലും കുത്താൻ പോകുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഏതാണ്ട് വ്യക്തമായെന്ന് ഇത് വിചാരിക്കുന്നു. ഇനി രാജീവ് ചന്ദ്രശേഖരന് കുത്തിയാൽ എന്നുള്ളതും ചോദ്യമേ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തെ വാർഡുകളെല്ലാം രാജീവ് ചന്ദ്രശേഖരന് അടങ്കലായി കുത്തുകയായിരുന്നു. അത് SDPIക്കെതിരെയുള്ളൊരു പ്രതികരണം കൂടിയായിരുന്നു. ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു വിശകലനം നടത്തി നോക്കുകയാണെങ്കിൽ നേമം മണ്ഡലത്തിൽ വരുന്ന വാർഡുകളിലെല്ലാം BJPയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ അവിടുത്തെ വിജയസാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല, നേമത്തെ ജനങ്ങൾ, അതായത് SDPI മനോഭാവമില്ലാത്ത തീവ്ര ഇസ്ലാമിസ്റ്റുകളെ യാതൊരു തരത്തിലും ഈ രാജ്യത്ത് വെച്ചു പുലർത്താൻ ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗം ജനത, അതും ഒരു ഭൂരിപക്ഷമെന്ന് പറയാവുന്ന ഒരു ജനത നേമത്തുണ്ട്. അവരുടെ ഒരു മനോഭാവം SDPIക്കും SDPI പിന്തുണയ്ക്കുന്ന ശിവൻകുട്ടിക്കുമെതിരാണ്. ശബരിനാഥിനൊപ്പമല്ല താനും. അതുകൊണ്ട് അവരുടെ മുന്നിലുള്ള ഏക മാർഗം രാജീവ് ചന്ദ്രശേഖരാണ്. അത് രാജീവ് ചന്ദ്രശേഖർ അവരുടെ മുന്നിലുള്ള ഏക രക്ഷാമാർഗം എന്നുള്ളതിനേക്കാളുപരി രക്ഷാമാർഗവും ഒപ്പം മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു മികച്ച MLAയും BJPയുടെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആകുവാനുള്ള സ്ഥാനാർത്ഥിയുമാണ് എന്നുള്ളത് നേമത്തെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിൽ അവർ വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയത്തിന് കാരണമാകുവാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം ഈ SDPIയുടെ വോട്ടുമറിക്കലും അവരുടെ ഒരു സാന്നിധ്യവും ഞാൻ നിസ്സാരമായി കാണുന്നില്ല. ശിവൻകുട്ടിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിലല്ല, ഒരു ശിവൻകുട്ടി ഒരു തോൽവിയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ മുമ്പ് SDPI അവിടെ അക്രമം അഴിച്ചു വിടുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം SDPI അത്തരത്തിലൊരു പ്രവൃത്തി തിരുവനന്തപുരത്ത് നടത്തില്ല എന്ന് പറയുവാൻ സാധിക്കില്ല. മുന്നുദാഹരണങ്ങളുണ്ട്. കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ആക്രമിച്ച സംഭവങ്ങൾ വരെ. അതും ഒരു കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ച്, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് SDPI നടത്തിയ പ്രകടനങ്ങൾ ഈ സമീപ കാലത്ത് തന്നെ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞ സംഭവങ്ങളാണ്. ഒപ്പം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ബാലരാമപുരം എന്ന് പറയുന്നത് നിയമമണ്ഡലത്തിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല, നേരായിട്ടുള്ള പാത കൃത്യമായിട്ട് മോദി ഗവൺമെൻറ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് വളരെ അടുത്താണ്. ബാലരാമപുരത്ത് നിന്ന് വൻ ആയുധശേഖരമാണ് ഈ അടുത്തിടയ്ക്ക് പിടികൂടപ്പെട്ടത്. ആ പിടികൂടിയ ആയുധങ്ങളുടെ യഥാർത്ഥ അവകാശികൾ ആരായിരുന്നു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ, ഇതൊന്നും ഇപ്പോഴും പൊതുജന സമക്ഷം വന്നിട്ടില്ല. പോലീസ് ആ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ടാകാം, ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം, അതൊരു സുരക്ഷാ കാരണങ്ങൾ കൊണ്ടുമാകാം. എന്തായിരുന്നാലും ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് ഏകദേശം ഊഹിക്കാവുന്ന കാര്യമാണ്. കാരണം മുൻകാലങ്ങളിൽ തിരുവനന്തപുരത്ത് കേരളത്തിൽ മുൻപെങ്ങുമില്ലാത്തതുപോലെ ഒരു പക്ഷേ മലയോര പ്രദേശങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന നാടൻ തോക്ക് നിർമ്മാണശാലകൾ വരെ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. നിരവധി നാടൻ വെടിക്കോപ്പുകൾ, തോക്കുകളും വെടിയുണ്ടകളും ഉൾപ്പെടെയുള്ള നിരവധി ആയുധശേഖരം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മുൻപും പിടികൂടപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ളൊരു കലാപസമാനമായ സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള എല്ലാ കോപ്പുകളും SDPI ഇപ്പോൾ തന്നെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വേണം സംശയിക്കാൻ. അതുകൊണ്ട് SDPIയെ നിസ്സാരമായി കണ്ട് തള്ളിക്കളയുവാൻ സാധിക്കില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് രംഗത്ത് അവരുടെ സാന്നിധ്യം ശിവൻകുട്ടിക്ക് വിനയായേ വരൂ, അത് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയസാധ്യതകൾ നേമത്ത് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതാണ് നേമത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ശരി, നാളെ കാണാം.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.